എന്താ പേടിച്ചോയോ? നിനക്ക് ഒരുപാട് സമ്മാനം കിട്ടിയെന്ന് കേട്ടല്ലോ. എവിടെ ഉണ്ട് ഈ സമ്മാനങ്ങൾ? പൂക്കാരി ചേച്ചി ഒന്ന് കണ്ടോട്ടെ. അല്ല, നിനക്ക് എന്തു പറ്റി? എല്ലാവർക്കും എന്നോട് ദേഷ്യം. എനിക്കും ദേഷ്യമുണ്ടെന്നാണോ പറഞ്ഞത്? ഭരതനാട്യത്തിന് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയതുകൊണ്ട് വിനീതയുടെ അമ്മ ഡാൻസ് മാഷിനോട് ശരിക്കും ദേഷ്യപ്പെട്ടു. വിനീതയുടെ അമ്മ പോവാൻ പറ. നീ വാ. ചേച്ചി പൊക്കോളൂ, ഞാൻ പിന്നെ വരാം. വാ ഉണ്ണി. ഇവന് കൂട്ടി ഇവളാ തന്ത ആരെന്ന് പോലും അറിയില്ല. കൂട്ടിനാരെങ്കിലും വേണ്ടേ? ഉണ്ണി ഇരുന്ന് പഠിക്കേ. ഞാൻ പോണു. പാട്ടി ഞാൻ പോരേ. നാളെ കാണാം. പൂവേ പൂവേ മല്ലികപ്പൂവേ, പൂവേ പൂവേ മല്ലികപ്പൂവേ, പൂവേ പൂവേ. എന്ത് പൂവാ? മല്ലികപ്പൂ. മണപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. 4-5 എണ്ണം. ഗ്രാമത്തിന് തന്നെ മാനക്കേട്. പാട്ടിക്ക് DPEPയെ കുറിച്ച് തെരിയുമാ? എനക്കൊന്നും തെരിയാതെ കണ്ണ. നല്ല രസമാ. കടങ്കഥ, പഴഞ്ചൊല്ല്, നാടൻ പാട്ട് ഇതെല്ലാം ഇതിലിരിക്ക്. വരിക വീണ്ടും വരിക വീണ്ടും വരിക വീണ്ടും കിലുകിലുക്കാം പെട്ടികളെ വരിക വേഗം ഉള്ളറിഞ്ഞു പങ്കുവച്ചു വളരുവാൻ. നല്ല രസം അല്ലേ പാട്ടി? കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ഇത് തന്നെയാ നല്ലത്. കണ്ണാ, നീ നല്ല പഠിക്കണം. ഗുരുക്കന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യക്കൂടാതെ. ഡാൻസിന്റെ ഒക്കെ സമ്മാനം എപ്പോ കിടക്കും കണ്ണാ? വാർഷികത്തിന്. ആ டான்ஸ் சார் ரொம்ப நல்லவர். உனக்கு வேண்டி எவ்வளவு செலவு பண்ணிருக்கு? അടുത്ത വർഷം മുതൽ ഞാൻ ഒരെണ്ണത്തിലെ പങ്കുചേരൂ പാട്ടി. അതെന്താ മോനെ? ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിഷമമുണ്ടായാലോ? നിന്റെ മനസ്സ് നല്ലതാ മോനെ. ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്ന് പഠിക്കേ. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. മോനെ വാ, കഞ്ഞി കുടിക്കാം. ശങ്കരാചാര്യർ മഹാപണ്ഡിതനായിരുന്നു. സകല ശാസ്ത്രങ്ങളിലും സകല വിദ്യകളിലും വിജ്ഞൻ. വാദപ്രതിവാദത്തിൽ അതിസമർത്ഥൻ. തർക്കത്തിലും യുക്തിയിലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അക്കാലത്ത് ഭാരതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ ചുമലിൽ കയറിയിരിക്കുന്ന കുഞ്ഞു യാതൊന്നും ഉടുത്തിട്ടില്ല. അവന്റെ ദേഹത്തും ചേറും ചെളിയും തന്നെ. മുറുക്കിച്ചുവന്ന വായ പിളർന്ന് ആ ഭർത്താവ് ശങ്കരാചാര്യരെ നോക്കി. അയാളുടെ അച്ചടക്കമില്ലാത്ത നീണ്ട തലമുടിയും താടിയും മീശയും കാറ്റിൽ ഇളകുന്നുണ്ടായിരുന്നു. ശങ്കരാചാര്യർ ബ്രാഹ്മണനാണ്. അന്നത്തെ വിശ്വാസമനുസരിച്ച് ബ്രാഹ്മണർ മേൽജാതിക്കാരും ചണ്ടാലന്മാർ കീഴ്ജാതിക്കാരുമാണ്. അക്കാലത്ത് നടപ്പുണ്ടായിരുന്ന ആചാരമനുസരിച്ച് ഞാൻ കിടക്കാൻ ബ്രാഹ്മണരെ കണ്ടാൽ ചണ്ടാലൻ വഴിമാറിപ്പോകണം.
കിളവി ഒരു ദിവസം പോലും കുളിക്കാതിരിക്കില്ല. കഷ്ടകാലത്തിന് കാലങ്ങാനും വഴി താഴോട്ട് പോയാൽ തീരും, അത്ര തന്നെ. മഹേശ്വര, നീ പേടിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ഈശ്വരൻ എന്റെ കൂടെ ഉണ്ട്. എന്തായാലും വെള്ളത്തിൽ കിടന്ന് മരിക്കേണ്ട ഗതികേട് എനിക്കുണ്ടാവില്ല. പാട്ടി, അതിന് ഞങ്ങളൊരു രസം പറഞ്ഞതല്ലേ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മുകളിൽ ഒരാളുണ്ടെന്നുള്ള വിചാരം വേണം. പാവനെ കടവുളെ. കാഞ്ചനം ശീലദാനേന ഏകബിംബം ശിവ ആ കുരുത്തം കണ്ട ചെറുക്കന്റെ നോട്ടം കണ്ടില്ലേ? കാശീക്ഷേത്രനിവാസം ച ചെറുക്കന്റെ പോക്ക് കണ്ടില്ലേ? പ്രയാഗേ മാധവം ദൃഷ്ട്വാ ഏകബിംബം നിരാഹാരോ മഹേഷ്. ഓൻ പോയി പഠിക്കേ, ഞാൻ ഇപ്പൊ കാപ്പിണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമലംഘനം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മലബാറിലും ഉപ്പു സത്യാഗ്രഹം നടന്നു. പയ്യന്നൂർ കേന്ദ്രമാക്കിയാണ് ഇത് ആരംഭിച്ചത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി കെ കേളപ്പനായിരുന്നു. ബ്രിട്ടീഷ് മേധാവിത്വം അവസാനിപ്പിക്കാനും സ്വാതന്ത്ര്യം നേടിയെടുക്കാനും കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി പകർന്നു. ഇതിൽ നമുക്ക് അഭിമാനിക്കാം. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂരിലായിരുന്നു. പണമില്ലാത്തത് കൊണ്ടാണോ അമ്മുമ്മ നമ്മളെല്ലാരും കളിയാക്കുന്നത്? പണമുണ്ടാക്കാൻ എന്താ ഒരു എളുപ്പ വഴി? എല്ലാ വഴികളും ദൈവമാണ് മോനെ കാണിച്ചു തരുന്നത്. ഇത്രയും കാലമായിട്ടും ദൈവം നമുക്ക് മാത്രം വഴി കാണിച്ചു തരുന്നില്ലല്ലോ. ആര് പറഞ്ഞു വഴി കാണിച്ചു തരുന്നില്ലെന്ന്? നിനക്ക് വേണ്ടിയും പണം ഉണ്ടാക്കുന്നുണ്ട് മോനെ. ആര്? ഓൻ ഇതേ കുറിച്ചൊന്നും ഇപ്പോ ആലോചിക്കണ്ട. സമയമാകുമ്പോ എല്ലാ വഴിയും തെളിയും. പോയിട്ട് വാ.